ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ, നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതീദേവിയും നാനാപുരവാസികളും അമാത്യരും. ആനതീർക്കാലാൾ കുതിരപ്പടയോടും ആനക ശംഖപടഹവാദ്യത്തോടും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരെത്രയും നന്നെന്നു ചൊല്ലിയിടിനാൻ. ചിത്തേ നിനക്കിതു തോന്നിയതും അത്ഭുതമത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. സാധുക്കളെ പുകഴ്ത്തുന്ന നേരം ആദിത്യദേവനുദിച്ചു. ഭരതനും ശത്രുഘ്നനോടും കൂടെ പുറപ്പെട്ടതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാണാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസവൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി കിളർന്നു പൊങ്ങിയിടും പൊടികളും രാഘവലോകാനന്ദ വിവശരാം ലോകരറിഞ്ഞെല്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ഗമിച്ചുടൻ ഗംഗാതടേ ചെന്നു നിന്നു പെരുമ്പട. കേകയപുത്രീസുതൻ പടയോടുമിങ്ങാകഥനായതു കേട്ടു ഗുഹൻ തഥാ. ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടും ചൊന്നാനതിനേരം. ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിയിടാതെ. അന്തികെ ചെന്നു വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും അവനിനി നിർണയം. ശുദ്ധരെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുപരം സോദരം സാനുജം മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ. ഭൂമിയിൽ വീണു ഗുഹോക്തമിത്യുക്ത പ്രണാമവും ചെയ്തു ഭരതനുമന്നേരം. ഉത്താപ്യഘാടമാലിംഗ രഘുനാഥമക്തം ഉക്കുതാഗുഹനോട് പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തമ സംഭവാൻ ആലിംഗനം ചെയ്തു വല്ലോ ഭവാനേ. ലോകാലംബദനബോധനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിയെ കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കുമതോർക്ക നീ. ധന്യനാകുന്നതു നീ ഭുവനത്തിങ്കലിന്നതിലൊരു സംശയം മത്സഹേ. സോദരനോടും ജനകാത്മജയോടും രാമനെ നീയവനെന്തോ പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ. വാട്ടമില്ലാതൊരു സന്തോഷചേതസാ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നു തൻ ചിത്തേ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. എത്ര സുപ്തോ നിശി രാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. കണ്ടാലുമെങ്കിൽ കുശാശ്രിതം സീതയാ കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്തബാഷ്പോതകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരി മനോഹരി ജാനകി പ്രാസാദമൂർധനി സുവർണതൽപസ്ഥലേ. കോമളസ്നിഗ്ധ രമേണ ശേദേ മഹാസുഖം സാഗതം. ശേദേ കുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതീയാഗ്രജന്മനാ. മദ്ദോഷകാരണാൽ എന്നതു ചിന്തിച്ചു മിദ്ദേഹമാശു പരിത്യജിച്ചിടുവിൻ. കിൽബിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ വന്നോരു ജനിച്ചോരു കാരണം. ദുഷ്കൃതിയായതി പാപിയാമെന്നെയും ധിക്കരിച്ചിടിനൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും. അഗ്രജൻ തന്നെ പരിചരിച്ചപ്പോഴും വ്യഗ്രം വനത്തിനു പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കുദാസനായി ആരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ. നിത്യവും സേവിച്ചുകൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൽ ഫലമെന്നു നിർണയം. ചൊല്ലൂ നീ എന്നോടവിടെ വസതി. കൗസല്യാതനയനവിടെ വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവാൻ എന്നതു കേട്ടു ഗുഹനു മുര ചെയ്താൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. മംഗലദേവതാവല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വച്ചഗ്രേസരൻ ഭവാൻ. നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നുട സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും
തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിബുധനെ നദിയെ കടത്തുവാൻ വൃത്യജനത്തോടും കൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാക്ഷേപണീയുതം അഞ്ജസാ കുലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ ശത്രുഘ്നനോടും ഭരതനെയും മുനിസപ്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്തിയാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തവീത്യ കടത്തിയിടിനാനാദരാൽ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശീഘ്രം ഭരദ്വാജ താപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ ഉജ്ജ്വലന്തം മഹാതേജസം താപസം ദൃഷ്ട്വാ നാമ സാഷ്ടാംഗസസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജ മുനീശ്വരം ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം തുഷ്ടി കലർന്നരുൾ ചെയ്താൻ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീയെന്തിനായി ഇങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവൻ എന്തൊരു കാരണം വൻപടയോടുമാഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനുമിത്തം മുനിവരൻ തന്നോട് ചൊല്ലിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കണമേ രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിതേ ഞാനേതുമേ എന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവാൻ മൂലവും കേകയപുത്രിയാമമ്മ തൻ വാക്കായ കാകോളവേഗമേ മൂലമതിനുള്ളൂ ഇപ്പോൾ ശുദ്ധനോ ഞാനതിനിപ്പാദപത്മം പ്രമാണം ദയാനിതേ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമചന്ദ്രനുവൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കന്യേ മമ മറ്റുള്ള ഭോഗങ്ങളാൽ എന്തൊരു ഫലം ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു പൗരവശിഷ്ടാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവാൻ ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലാത്മാനമേനം പുണർനീടിനാൻ ചുംബിച്ചു മൂർധിനി സന്തോഷിച്ചരുളിനാൻ കിം ബഹുന വത്സ വൃത്താന്തമൊക്കെ ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു മാനസേ ശോകമുണ്ടാകോല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം ഊണും കഴിഞ്ഞിങ്ങുല ഉറങ്ങിപ്പുലർകാല വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ എല്ലാം അരുൾ ചെയ്ത വണ്ണം എനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നോ ഭരതനും കാൽ കഴുകി സമാജമ്യ മുനീന്ദ്രനും ദേവേന്ദ്രലോക സമാനമായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും ദേവവനിതമാരായി ലതകളും ഭാവനാ വൈഭവം എത്രയും അത്ഭുതം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ഭക്തഭക്ഷ്യാദിപേയങ്ങൾ പൂജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം ഭോജനശാലകൾ സേനാഗ്രഹങ്ങളും രാജഗേഹങ്ങളും അത്ര മനോഹരം വർണ്ണിപ്പതിനു പണിയുണ്ടനന്തനും കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠേന സമ്മോദമോടു പൂജിച്ചിതു മുമ്പിനാൽ പശ്ചാത്സ സൈന്യം ഭരതം സസോദനം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം തൃപ്തരായി തത്ര ഭരദ്വാജ മന്ദിരേ കൃത്വാ ഭരദ്വാജ പാദങ്ങൾ കൂപ്പിനാൻ താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതി നന്ദനന്മാരും പുറപ്പെട്ടു ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരേ മിത്രമായോരു ഗുഹനും സുമന്ത്രനും ശത്രുഘ്നനും താനുമായി ഭരതനും ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാ തപോധനമണ്ഡലേ കാണാഞ്ഞോരോരോ മുനിവരന്മാരോടും താണു തൊഴുതു ചോദിച്ച മാത്യരും കുത്ര വാഴുന്നു രഘുത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരരുൾ ചെയ്തു ഉത്തരതീരേ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ ഉത്തമ പുരുഷൻ വാഴുന്നിരുന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും
തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നിതത്ഭുതമായ രാമചന്ദ്രാശ്രമം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. പുഷ്കരാക്ഷാശ്രമം ഭക്തിയാ വണങ്ങിനാൻ ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരശസി പതിഞ്ഞു കാണായി വന്നു സീതാര രഘുനാഥ പാതാരവിന്ദങ്ങൾ. നൂതനമായ ദിശോപനം പാവനം വീണു രണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാ രേണുതൻ മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നം മയാ കൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപത്മാഞ്ചിതം. ഭൂതരമാരാൽ എനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദിമുനികളും ചിത്താനന്ദായ മന്ദമന്ദം പരമാശ്രമസന്നിധോ ചെന്നു നിന്നോരു നേരത്തു കാണായിതു. സുന്ദരം രാമചന്ദ്രം പരമാനന്ദം ദുർവാദളദിവശ്യാമളം കോമളം പൂർവജം നീലനളിനതലേക്ഷണം രാമം ജടാമകുടം വൽക്കലാംബരം. സോമബിംബാപപ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നോരു വിദ്യോത്മാനം. വക്ഷസി ശ്രീവത്സലക്ഷ്മണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം. ലക്ഷ്മണസേവിതപാദപങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം. ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോ വിനാശൻ രക്ഷവിചക്ഷണം. ആരണ്യവാസരസികം മനോഹരം ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. രാമനവനെയും ശത്രുഘ്നനെയും ആമോദാലെടുത്തു നിവർത്തി സസംഭ്രമം. ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യം ഉൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം. ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരവി വത്സങ്ങളുമണച്ചാനന്ദപൂർവകം. സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സ്വാമിയെ ഭരതാംഗ്രികൾ കൂപ്പിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശത്രുഘ്നനുമതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിയിടിനാൻ. ഉഗ്രതൃഷാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തന്തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയുമാർത്തി കൈക്കൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു ഘാടമാശ്ലിഷ്യ ശിരസി മുകർന്നുടനൂഢമോദം മുലയും ചുരന്നു തഥാ. അന്യരായുള്ളൊരു മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ ലക്ഷ്മണൻ താനും ഔവണ്ണം വണങ്ങിനാൻ. ലക്ഷ്മീ സമയായ ജാനകീദേവിയും ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാൻ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാ വസിഷ്ഠം സാഷ്ടാംഗമമ്മാറുടൻ നത്വാ രഘൂത്തമനാശു ചൊല്ലിയിടിനാൻ. എത്രയും ഭാഗ്യവാൻ ഞാൻ എന്നു നിർണയം. താതനു സൗഖ്യമല്ലി നിജമാനസേ ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തോന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവനെന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ധീമതാം ശ്രേഷ്ഠ താതോദന്തമാശു കേൾ. നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി പ്രലാപം ചെയ്തു ദേവലോകം ചെന്നു പുക്കാനറിക നീ. ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി കർണശൂലാപം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണമുച്ചേർ വിലവിച്ചിതേറ്റവും ലക്ഷ്മണനോടും ജനനീ ജനങ്ങളും ദുഃഖമാലൂക്യ മറ്റു ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ താതാമാം പരിത്യജ്യ വിധിവശാൽ ഏതൊരു ദിക്കിനു പോയിതയ്യോ ഭവാൻ. ഹാഹാ ഹതോഹമഹോ മാമിനി സ്നേഹേന ലാളിപ്യതാരരുവസരം. ദേഹമെനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രി താനും ഔവണ്ണമേ രോദനം ചെയ്തു വാണിയിടിനാൻ ഭൂതലേ. തദ്ദശയാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാൻ. മന്ദാകിനിയിൽ ഇറങ്ങി കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താൻ. പിണ്ടം മധുസഹിതേങ്കുതം പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതു മധു സാധനം നൽകു പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി. ഖേദേന
പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തതാ സ്നാനാദനന്തരം പ്രാപിച്ചിതശ്രമം അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചീടിനാനാദിത്യദേവനും മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്ദിച്ചു പോന്നാശ്രമേ വസിച്ചീടിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമൻ വനവാസത്തിന് പോയ സങ്കേതസ്ഥലത്തേക്ക് ഭരതനും അതുപോലെ തന്നെ വസിഷ്ഠനും അതുപോലെ തന്നെ അമ്മമാരും എല്ലാവരും കൂടി ചേർന്ന് ശ്രീരാമനെ കാണാൻ പോവുകയും അവിടുന്ന് കണ്ടതിന് ശേഷം ശ്രീരാമൻ ചോദിക്കുന്നതാണ്, താതന് സൗഖ്യമല്ലേ നിജ മാനസേ, അച്ഛന് സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയാണ്, നിന്നെ പിരിഞ്ഞതിന് ശേഷം അച്ഛൻ രാമനെയും സീതയെയും വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ അച്ഛൻ മരിച്ച വാർത്ത പറയുകയാണ്. ആ സമയത്ത് ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാൻ മന്ദാകിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതര മുതകക്രിയയും ചെയ്തു. ഈശ്വരൻ അവതരിച്ചാൽ പോലും പിതൃകർമ്മങ്ങൾ ചെയ്യണം. മനുഷ്യജന്മത്തിൽ നമ്മൾ പിതൃകർമ്മം ചെയ്യണോ വേണ്ടിയോ എന്ന് വ്യക്തമായി നമുക്ക് പറഞ്ഞു തരുന്നൊരു ഭാഗമാണിത്. മന്ദേതര മുതകക്രിയയും ചെയ്താൻ പിണ്ണം പിണ്യാക നിർമ്മിതാന്നം കൊണ്ടുവച്ചിതു യാതൊരന്നം താൻ ഭുജിക്ക എന്നാലോ. എന്താണോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് പിതൃക്കൾക്ക് നൽകി പിതൃക്കളെ പ്രീതിപ്പെടുത്തേണ്ടുന്ന അനുഷ്ഠാനം ഒരു മർത്യജന്മം ഒരു മനുഷ്യജന്മം ഉണ്ടായാൽ അത് നിർബന്ധമായും ചെയ്യണം. അത് ഈശ്വരൻ അവതരിച്ചാൽ പോലും പിതൃകർമ്മം മുടക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിലൂടെ. എന്താണോ ഞാൻ കഴിക്കുന്ന ഭക്ഷണം അത് പിതൃക്കൾക്ക് കൊടുക്കുകയും വേണം. അന്നേ ദിവസം അന്ന് ഉപവാസവും ചെയ്യണം. അന്നേ ദിവസം എല്ലാവരും ഉപവാസം ചെയ്യണം. നമ്മുടെയൊക്കെ നാട്ടിൽ തലേന്നാണ് ഉപവാസം ചെയ്യുക. അന്നത്തെ ദിവസവും ഉപവാസം ചെയ്യണമെന്നാണ് രാമായണത്തിൽ നമുക്ക് ഒരു ഭാഗത്തിലൂടെ പറഞ്ഞു തരുന്നത്. ഇതിനുശേഷം ഭരത രാഘവ സംവാദമാണ് ഇനി നമുക്ക് വായിക്കേണ്ടത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. അന്നേരമാശു ഭരതനും രാമനെ ചെന്നു തൊഴുതു പറഞ്ഞു തുടങ്ങിനാൻ, രാമ രാമ പ്രഭോ രാമ മഹാഭാഗ മാമകവാക്യം ചെവി തന്നു കേൾക്കണം. ഉണ്ടടിയൻ അഭിഷേക സംഭാരങ്ങൾ കൊണ്ടുവന്നിട്ടതുകൊണ്ടിനി വൈകാതെ ചെയ്യുക വേണം അഭിഷേകവും പാലനം ചെയ്യുക രാജ്യം തവ പൈത്രം യഥോചിതം. ജ്യേഷ്ഠനല്ലോ ഭവാൻ ക്ഷത്രിയാണാമതിശ്രേഷ്ഠമാം ധർമ്മം പ്രജാപരിപാലനം അശ്വമേധാദിയും ചെയ്തു കീർത്തിയാചിരം വിശ്വമെല്ലാം പരത്തി കുലതന്തവേ പുത്രരെയും ജനിപ്പിച്ചു രാജ്യം നിജപുത്രങ്കലാക്കി വനത്തിനു പോകണം. ഇപ്പോൾ അനുചിതമത്രേ വനവാസം മത്ഭുത വിക്രമാനാഥ പ്രസീതമേ മാതാവ് തന്നുടെ ദുഷ്കൃതം താവക ചേതസി ചിന്തിക്കരുതുദയാനിതേ. ഭ്രാതാവു തന്നുടെ പാദാംബുജം ശിരസ്യാദായ ഭക്തി പൂണ്ടിത്തമൊര ചെയ്തു ദണ്ഡ നമസ്കാരവും ചെയ്തു നിന്നിതു പണ്ഡിതനായ ഭരതകുമാരനും. ഉത്താപ്യ രഘുവ രാഘവനുത്സംഗമാരോപ്യ ചിത്തമോദേന പുണർന്നു ചൊല്ലിയിടിനാൻ, മദ്വാക്യമത്ര കേട്ടാലും കുമാരാ നീ യത്വയോക്തം മയാ തത്വദൈവശ്രുത്വം താതനെന്നെ 14 സംവത്സരം പ്രീതനായി കാങ്കനം വാഴ്കെന്നു ചൊല്ലിനാൻ. പിത്രാ നിനക്കു രാജ്യം മാതൃസമ്മതം ദത്തമായി പുനരെന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കും ഇത്താത നിയോഗം അനുഷ്ഠിക്കയും വേണം. യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നിധിഹീനം വസിക്കുന്നിതൂ ഭൂതലേ ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാരുമില്ലൊരു സംശയം. ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവാൻ. രാമവാക്യം കേട്ടു ചൊന്നാൻ ഭരതനും കാമുകനായ താതൻ മൂഢവാനസൻ സ്ത്രീജിതൻ ഭ്രാന്തനുന്മത്തൻ വയോധകൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാമതേ. മന്നവനായി ഭവാൻ വാഴ്ക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ പിന്നെയും മന്ദസ്മിതം ചൊല്ലിനാൻ. ഭൂമി ഭർത്താ പിതാ നാരീജിതനല്ല കാമിയുമല്ല മൂഢാത്മാവുമല്ല കേൾ. താതന സത്യഭയം കൊണ്ടു ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൻ മാനസേ. എങ്കിൽ ഞാൻ വാഴ്വേൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക. സോദരനിത്തം പറഞ്ഞതു കേട്ടതി സാദരം രാഘവൻ താനുമരുൾ ചെയ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. രാജ്യം നിനക്കുമെനിക്കു വിപിനവും പൂജ്യനാം താതൻ വിധിച്ചതു മുന്നമേ. വ്യത്യായമായി അനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരുമെന്നു നിർണയം. എങ്കിൽ ഞാനും നിന്തിരുവടി പിന്നാലെ
കിങ്കരനായി സുമിത്രാത്മജനെ പോലെ പോരുവൻ കാനനത്തിനരുതെങ്കിൽ ചേരുവൻ ചെന്നു പരലോകമാശു ഞാൻ നിത്യോപവാസേന ദേഹമുപേക്ഷിപ്പനെ നിത്യേവമാത്മനി നിശ്ചയിച്ചന്തികെ ദർഭ വിരിച്ചു കിഴക്കൂ തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്തു പൊക്കൂ ഭരതനും നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാനന്ദ സംശയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ വസിഷ്ഠനും ചെന്നു കൈകേയി സുതനോട് ചൊല്ലിയിടിനാൻ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. ഇതിൽ ഭരതരാഘവ സംവാദമാണ് നമ്മൾ വായിച്ചത്. താതൻ്റെ ആരാണോ അച്ഛൻ്റെ നിയോഗം അനുഷ്ഠിക്കാത്തത് ആ പുത്രന്മാർ പിതൃവാക്യത്തെ ലംഘിക്കുന്നവർ, അച്ഛനമ്മമാരുടെ വാക്കുകൾ ആരാണോ ലംഘിക്കുന്നത് അവർ ജീവൻ മൃതനാണ്, മരിച്ചതിന് തുല്യമായി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അച്ഛൻ അമ്മമാർ പറയുന്ന വാക്കുകൾ ഈ ജീവിതത്തിൽ അങ്ങത്തോളം അനുഷ്ഠിക്കുന്നതാണ് യഥാർത്ഥ മകനെന്ന ഒരു ഭാഗമാണ് നമുക്ക് ഈ ഭാഗത്ത് വായിച്ച് പറഞ്ഞു തരുന്നത് കഥയിലൂടെ. അതുകൊണ്ട് ഉത്തമപുത്രൻ, മധ്യമപുത്രൻ, അധമപുത്രൻ എന്ന് പറഞ്ഞതുപോലെ തന്നെ അച്ഛനമ്മമാരുടെ വാക്കുകൾ ഒരിക്കലും ലംഘിക്കാത്തത് കൊണ്ടാണ് ശ്രീരാമനെ മര്യാദ പുരുഷോത്തമനെന്നും ഉത്തമപുത്രനെന്നും പറയുന്നത്. കാവ്യം സുഖേയം കഥരാഘവീയം കർത്താവ് തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിരസപ്രദത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണ്ടോ.